ഉത്രാട ദിവസം പെരിയ ആയങ്കടവ് പാലത്തിൽ നിന്നും പുഴയിൽ ചാടിയതായി കരുതുന്ന യുവാവിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തി. അസഹനീയമായ ദുർഗന്ധത്തെ തുടർന്ന് നോക്കാനിറങ്ങിയ പരിസരവാസികളാണ് പുഴയിൽ മൃതദേഹം കണ്ടത്. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഉത്രാട ദിനം മുതൽ കാണാതായ ഉദയപുരം തടിയൻവളപ്പിലെ കഴുങ്ങിനടി ബാലകൃഷ്ണന്റെയും വിനോദിനിയുടെയും മകൻ വി സജിത് ലാലിന്റേതെന്ന് കരുതുന്ന മൃതദേഹമാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പെരിയ ബങ്ങാട് കായക്കുന്നുപുഴയിലെ അടുക്കം ഭാഗത്തു നിന്നും കണ്ടെത്തിയത്. അസഹനീയമായ ദുർഗന്ധം വരുന്നതിനെ തുടർന്ന് പരിശോധനയ്ക്കിറങ്ങിയ നാട്ടുകാർ പുഴയിൽ അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ബേക്കൽ പോലീസ് കുറ്റിക്കോലിലെ അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ മൃതദേഹം കരക്കെത്തിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അടിവസ്ത്രം മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മൃതദേഹം സജിത് ലാലിന്റേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈയൊരു സാഹചര്യത്തിൽ മാതാപിതാക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് DNA പരിശോധന നടത്താനുള്ള ആലോചനയിലാണ് പോലീസ്. പെരിയയിലെ വാഹന കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന സജിത് ലാലിനെ സെപ്റ്റംബർ 4 രാത്രിയോടെയാണ് കാണാതായത്. ഇക്കാര്യം കാണിച്ച് പിതാവ് നൽകിയ പരാതിയിന്മേൽ രാജപുരം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇയാളുടെ ബൈക്ക് ആയങ്കടവ് പാലത്തിന് മുകളിൽ നിർത്തിയിട്ട നിലയിലും ഹെൽമറ്റ് താഴെ പുഴയിലും കണ്ടെത്തിയത്. ഇതോടെ യുവാവ് പുഴയിൽ ചാടിയതാണെന്ന് എല്ലാവരും ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് തിരുവോണ ദിവസം രാവിലെ മുതൽ തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും പ്രദേശവാസികളും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായിരുന്നില്ല. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹം പാലത്തിൽ നിന്നും 1.5 കിലോമീറ്ററോളം അകലത്തിൽ പുഴയിലെ മരത്തിൽ കുടുങ്ങിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇത് സജിത് ലാലിന്റേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായി DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് വീട്ടുകാരും ഒപ്പം നാട്ടുകാരും. അതിനിടെ യുവാവിന്റെ തിരോധാനം സംബന്ധിച്ച് പല ഊഹാപോഹങ്ങളും നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജപുരം.